ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സൂചനകൾ മുന്നിലേക്ക് വരികയാണ്. ഗുരുതരമായ ഒരു പരാതിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാഴ്ച മുന്നെയാണ് ഈ പരാതി ലഭിക്കുന്നത്. ആ പരാതി ലഭിച്ചതിന് ശേഷം പോലീസിന്റെ നീക്കങ്ങളെല്ലാം വളരെ വേഗത്തിലായിരുന്നു. എന്നാൽ വലിയ തോതിൽ രഹസ്യാത്മകത സൂക്ഷിക്കാനും പോലീസിനായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ, ഈ പരാതി വന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇത്രയും നാളും മുന്നിലേക്ക് വരാതിരുന്നത്. ഒരാഴ്ച സമയമുണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലും ഇങ്ങനെ ഒരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു സൂചനയും ലഭിക്കാത്ത വിധമായിരുന്നു പോലീസിന്റെ നീക്കങ്ങളൊക്കെ തന്നെയും മുന്നിലേക്ക് പോയത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പാലക്കാട് KPM ഹോട്ടലിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ, വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷം ഇപ്പോൾ പോലീസിന്റെ മുന്നിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാമത്തെ പരാതിയിൽ, മൂന്നാമത്തെ കേസിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ മുൻപുണ്ടായിരുന്ന രണ്ട് പരാതി, അതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പരാതികളും മുന്നിലേക്ക് എത്തിയപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിച്ചതാണ്. പക്ഷേ ഒരു തരത്തിലും രാഹുലിന് അവിടെ നിന്ന് മാറി നിൽക്കാൻ പോലും സാധിക്കാത്ത വിധം പോലീസ് പൂട്ടുകയായിരുന്നു. അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും, പരാതി വന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ രഹസ്യമായി കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു. എന്നാൽ വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിൽ തന്നെ എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പോലീസ് നീങ്ങുകയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നതും എന്നാണ്. ഗുരുതരമായ പരാതിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുമുണ്ട് എന്നാണ് അനന്തകൃഷ്ണൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കുരുക്ക് മുറുകുകയായിരിക്കും. എന്താണ് രാഹുലിന്റെ ഉൾപ്പെടെ നീക്കം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഒരു തരത്തിലും രാഹുലിനൊന്ന് മാറി നിൽക്കാൻ സാധിക്കാത്ത വിധമായിരുന്നു പോലീസിന്റെ നീക്കങ്ങളൊക്കെ തന്നെയും വന്നത്. പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർ കൂടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരുന്നു രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നതും ആലത്തൂരിലേക്ക് ആദ്യം കൊണ്ടുപോകുക എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, പാലക്കാട് വിടുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷമാണ് പരാതിയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ സൂചനകൾ മുന്നിലേക്ക് വരുന്നത്. പത്തനംതിട്ടയിൽ നിന്നാണ് പരാതി വന്നിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് ലഭിച്ച പരാതിയാണ്. ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം, സാമ്പത്തിക ചൂഷണം അടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ ഈ പരാതിയിലും പറയുന്നുണ്ട്. മുൻപ് ലഭിച്ച രണ്ട് പരാതി, അതുമായി ബന്ധപ്പെട്ടുള്ള കേസ്, ഒന്നിൽ അറസ്റ്റ് തടയുന്നു, ജാമ്യം ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ നടപടിയിലേക്ക് വരെ അന്വേഷണ സംഘത്തിന് എത്താനായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഗോകുൽ VS പാലക്കാട് നിന്നും തുടരുന്നുണ്ട്. ഗോകുൽ, ഈ രഹസ്യ നീക്കത്തെക്കുറിച്ചാണ് എടുത്തു പറയേണ്ടത്. കാരണം മുൻപ് ലഭിച്ച രണ്ട് പരാതി, ആ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള തുടക്കത്തിൽ തന്നെ ഓരോ സൂചനകളും മുന്നിലേക്ക് വന്നതാണ്. അത് രാഹുലിന് ഇവിടെ നിന്ന് മാറി നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി എന്നുള്ളത് വലിയ തോതിൽ വിമർശനമുണ്ടായിരുന്നു. ആ വിമർശനമെല്ലാം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇത്ര വേഗത്തിൽ രഹസ്യമായിട്ട് തന്നെ ഒരു നടപടിയുമായി രാഹുലിന് മുന്നിലെത്തിയത് എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും അതീവ രഹസ്യമായി ആണ് പോലീസ് നീങ്ങിയത്. അതായത് ഇനി രാഹുലിന് ഏതെങ്കിലും രീതിയിൽ ഒളിവിൽ പോകാനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം തേടാനുള്ള സാഹചര്യമോ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളത് പോലീസ് നീക്കത്തിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതീവ രഹസ്യമായി നീങ്ങിയത്. കാരണം ഒരു ആഴ്ച മുൻപ് ലഭിച്ച പരാതിയാണ്. ആ പരാതിയിൽ വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് പോകുന്നു. അതീവ രഹസ്യമായി മൊഴി രേഖപ്പെടുത്തുന്നു. മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അതീവ രഹസ്യമായി തന്നെ രാത്രി 12:30 രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് കൊണ്ടുപോകുന്നു. പാലക്കാട് ജില്ല വിട്ടതിന് ശേഷമാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ പുറത്തറിയുന്നത്. പത്തനംതിട്ടയിലേക്കാണ് രാഹുലിനെ കൊണ്ടുപോകുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ പത്തനംതിട്ട AR ക്യാമ്പിലേക്കാണ് രാഹുലിനെ എത്തിക്കുക. അറസ്റ്റ് രേഖപ്പെടുത്തി അത്തരം നടപടികളിലേക്കൊക്കെ തന്നെ അതിവേഗം പോലീസ് നീങ്ങുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇതിനു മുൻപ് ഉണ്ടായ രണ്ട് പരാതിയിലും രാഹുലിന് ഒളിവിൽ പോകാനുള്ള ഒരു സാഹചര്യം ലഭിച്ചു, മുൻകൂർ ജാമ്യം തേടാനുള്ള ഒരു സാഹചര്യവും ലഭിച്ചു. പക്ഷേ എന്നാൽ ഇക്കുറി അത് ഉണ്ടായില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി അതീവ രഹസ്യമായി തന്നെ പോലീസ് നീങ്ങി എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ കഴിയുക.